ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. വിഷുവിൻ്റെ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. മക്കളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇറങ്ങിയത്. 2 വീലറിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അച്ഛൻ ആ വണ്ടി എടുത്തിട്ട് എങ്ങോട്ടോ പോയി കേട്ടോ. അപ്പോൾ നമ്മളിത് ഇറങ്ങി. ഇത് നമ്മുടെ ആശീർവാദ് സിനിമാസിൻ്റെ ലാലേട്ടൻ്റെ ഇതാണ്, തിയേറ്ററാണ്. അവിടെ റോഡ് ഫുള്ള് വണ്ടി കിടക്കുക. കാരണം സിനിമ വെക്കേഷനല്ലേ, എല്ലാവരും സിനിമ കാണാനുള്ള തിരക്കിലാണ്. ഞങ്ങൾ തന്നെ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഇട്ടിട്ട് നടന്നു പോയി ഇതെല്ലാം വാങ്ങിക്കൊണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിലോട്ട് വണ്ടിയൊക്കെ ഇട്ടു. ഇതാ പച്ചക്കറി എല്ലാ കടയിലോട്ട് ചെയ്യുന്ന അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ സാധനങ്ങൾ. അപ്പം ഞാൻ വെള്ളരിക്ക വാങ്ങിക്കുന്നില്ല. വെള്ളരിക്ക ഓൾറെഡി നമ്മൾ പച്ചക്കറി മേടിച്ചതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു, ചെറുതൊരെണ്ണം കണി വെള്ളരി പോലത്തെ. അതുകൊണ്ട് അത് മേടിക്കുന്നില്ല. പിന്നെ എല്ലാം കുറേശ്ശെ മേടിക്കുന്നുള്ളൂ. ആപ്പിൾ ഒരെണ്ണം, പിന്നെ പഴം, മാങ്ങ, ചക്ക നമ്മുടെ വീട്ടിലേതൊരെണ്ണമാണ്, ചെറുതൊരെണ്ണം ഇട്ടായിരുന്നു. പിന്നെന്താ, മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ, പൈനാപ്പിൾ, എല്ലാം കുറേശ്ശെ ഓരോന്നും 2-2 വീതമൊക്കെ മേടിക്കുന്നുള്ളൂ. പിന്നെ കണിമത്തങ്ങ ഇപ്പോൾ വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇത് കാണാൻ. അത് മുറിക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അതൊരെണ്ണം, പിന്നെ കുറച്ച് പച്ചക്കറി അതും ഇതും എല്ലാം വാങ്ങിച്ചു. എല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാമല്ലോ. അതുകൊണ്ട് ആ ട്രേയ്ക്കകത്ത് നമ്മൾ എടുക്കുന്നത് കുറേശ്ശെ എടുക്കുന്നുള്ളൂ. കാരണം കണിക്ക് വെക്കാൻ വേണ്ടിയിട്ടല്ല, ഒരുപാടൊന്നും വെക്കണ്ടല്ലോ. പിന്നെ ഒരു ചെറിയ പടവലങ്ങ, അങ്ങനെ കുറേയൊക്കെ എടുത്തു. പച്ചക്കറിക്കടയിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല, ഭയങ്കര തിരക്കാണ്. കാരണം വിഷുവിൻ്റെ തലേ ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് വാങ്ങിക്കുന്നതിൻ്റെ തിരക്കിലാണല്ലോ. പിന്നെ പഴം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും എടുത്തു. പിന്നെ ഒരു കിറ്റും വാങ്ങിച്ചു, പച്ചക്കറിയുടെ ഒരു കിറ്റും വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ തന്നെ കുറച്ച് കണിക്കൊന്ന വിൽക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ കുറച്ച് മേടിച്ചുകൊണ്ട് പോകാം. ഈ ഒരു സെറ്റിന് 30 രൂപയാണ് കേട്ടോ ഇവിടുന്ന് വാങ്ങിച്ചത്. മേടിച്ചുകൊണ്ട് പോയി വണ്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് നടന്നു പോയി ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാം. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് കണ്ടില്ലെങ്കിലോ, തീർന്നു പോയാലോ എന്ന് വെച്ച് പിന്നെ അതെല്ലാം കൂടി വണ്ടിക്കകത്ത് വെച്ചിട്ട് പെതുക്കെ നടന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് പൂവുണ്ട്, കൊന്നപ്പൂവുണ്ട്. എന്നാലും ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചാൽ നമ്മളങ്ങ് മേടിച്ച് വെച്ചാൽ. കാരണം നമ്മൾ ഇവിടുന്ന് മേടിക്കാതെ അവിടെ ചെന്ന് പറിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും അവിടുത്തേതും കാണത്തില്ല, ആൾക്കാരെല്ലാം വന്ന് പറിച്ചുകൊണ്ടൊക്കെ പോകും. അതുകൊണ്ട് പിന്നെ മേടിച്ച് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ കൊന്നപ്പൂ കണ്ട് അവിടെ ഇവിടെയൊക്കെ ഒരിടത്ത് 30, ഒരിടത്ത് 40, അങ്ങനെ പല റേറ്റിലാണ് കേട്ട് വിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി റേറ്റ് കൂടും. കാരണം ആൾക്കാർക്ക് ആവശ്യക്കാർ കൂടുമ്പം വില കൂടുമല്ലോ, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ നമ്മൾ നേരെ പോയി നട്ട്സിൻ്റെ കടയിലാണ് കേട്ടോ. ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ കയറുന്നത്. നമ്മൾ ഇതിൻ്റെ മുന്നേ കൂടെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ കയറിയിട്ടില്ല. ഇത് പുതിയൊരു കടയുമാണ്. അപ്പോൾ അവിടെ കുറേ വെറൈറ്റി എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങളുണ്ട്. കാഷ്യൂവിൻ്റെ ആണെങ്കിൽ ചോക്ലേറ്റിൽ മുക്കിയ കാഷ്യൂ, മസാല കാഷ്യൂ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ചോക്ലേറ്റ്സിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് ഓരോന്നും എല്ലാം ഭയങ്കര റേറ്റൊക്കെയാണ്, അറിയാമല്ലോ. നട്ട്സിനൊക്കെ ഏകദേശം നല്ല വിലയുണ്ട്. നമ്മളെല്ലാം കുറേശ്ശെ 200-300 ഗ്രാം വീതം മേടിച്ചു. കിവി വാങ്ങിച്ചു. കിവിയുടെയാണ് ഈ ഗ്രീൻ കളറിൽ. പിന്നെ ഇതിൻ്റെ ഈ ഒരു സംഭവം മേടിച്ചു, അതിൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല. പിന്നെ കുറച്ച്